ഹലോ നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഉമ്മയുടെ മോളുടെ കല്യാണത്തിൻ്റെ ആണെന്ന്. എനിക്ക് 2 ദിവസമായിട്ട് തീരെ സുഖം ഉണ്ടായില്ല. പനിയും തൊണ്ടവേദനയും ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടായില്ല. ഇന്നും പൂർണ്ണമായിട്ട് എനിക്ക് പനിയൊക്കെ മാറി, പക്ഷേ ഒരു തൊണ്ടയടപ്പുണ്ട്, ഒരു ക്ഷീണമുണ്ട്. ഇനിയും വൈകിക്കണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തിട്ടിടുവാണ്. ഇത് മിക്ക ആൾക്കാരും 90% ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ഈ വീഡിയോ അറിയില്ല എത്ര പേര് കാണുന്നു. എങ്കിലും എൻ്റെ ഒരു സ്വീറ്റ് മെമ്മറി ആയിട്ട് ഇത് ഇരിക്കണം എൻ്റെ യൂട്യൂബ് ചാനലെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇടുന്നത്. ഇനി നമുക്ക് ലൈവായിട്ട് കാണാം. ഉമ്മയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. ഉമ്മ എനിക്ക് 7-8 വർഷത്തിന് മുന്നേ ഉള്ള പരിചയമാണ്. ഞങ്ങൾ ഒരുമിച്ച് രാത്രി മഴ എന്നുള്ള സീരിയൽ ചെയ്തിട്ടുള്ളൊരു സുഹൃത്ബന്ധമാണ്. അത്രയും തിരക്കിൻ്റെ ഇടയിലും ഉമ്മ ഞങ്ങളുടെ എല്ലാവരുടെ അടുത്തും വന്ന് ഭയങ്കര സ്നേഹമായിട്ട് കുശലാന്വേഷണമൊക്കെ പറഞ്ഞൊരു സ്വീറ്റ് ഹാർട്ടാണ്. ഇവരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവരും നിങ്ങളുടെ അടുത്ത ആൾക്കാരാണ്. ഇത് ചെറുക്കനെ ഇൻവൈറ്റ് ചെയ്യും, നമ്മൾ എന്താ പറയുക, പിന്നെ റിസപ്ഷൻ എന്ന് പറയുമല്ലോ, ആ പരിപാടിയാണ്. ഈ കല്യാണ മണ്ഡപത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു കല്യാണം കൂടുന്നത്. ട്രിവാൻഡ്രത്തുള്ള എല്ലാവർക്കും അറിയായിരിക്കും. ഗംഭീര മണ്ഡപമായിരുന്നു, ഗംഭീര കല്യാണമായിരുന്നു. ഒരുപാട് വലിയ വലിയ സെലിബ്രിറ്റീസ് പങ്കെടുത്ത ഒരു അടിപൊളി കല്യാണമായിരുന്നു. സുരേഷ് ഗോപി സാർ, സുരേഷ് കുമാർ സാർ, മേനക ചേച്ചി, ചിപ്പി, രഞ്ജിത്ത് സാർ, മണിമ്പിള്ള രാജേട്ടൻ ചേച്ചി, അവരൊക്കെ എനിക്ക് വളരെ കുട്ടികാലം തൊട്ട് അറിയാം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചിട്ടുള്ളൊരു പരിചയമുണ്ട്. പക്ഷേ ഇവരൊക്കെ വന്ന സമയത്ത് എനിക്കൊരു വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് ഞാനും പ്രതീക്ഷയും ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ പുറത്തു പോയി. കാരണം അവൾക്കും പനിയൊക്കെ മാറി ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പോൾ കിട്ടിയ ഈ ഒരു സ്വീറ്റ് മൊമെൻ്റാണ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത്. ഗൗരീനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ച. ഈ ഭാഗത്തെ മ്യൂസിക് എനിക്ക് കംപ്ലീറ്റ് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു. കാരണം ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എടുത്തപ്പോൾ സീത കല്യാണ വൈഭോഗം എന്നുള്ളൊരു പാട്ടായിരുന്നു. പക്ഷെ അത് ഇടാനുള്ള അനുമതി ഇല്ലാത്തത് കൊണ്ട് എന്നെ അത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഞാൻ ആ മ്യൂസിക് കംപ്ലീറ്റ് മ്യൂട്ട് ചെയ്തു. ഈ താലി കെട്ടുമ്പോൾ എന്താണെന്നറിയില്ല കേട്ടോ, ഒന്ന് കണ്ണ് നിറയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അറിയില്ല, എല്ലാവരുടെയും അങ്ങനെ ആയിരിക്കണം. ഒരു പ്രാർത്ഥനയാണ്, എല്ലാവർക്കും സന്തോഷ കണ്ണീരായിരിക്കും. ഈ സമയത്ത് മാത്രം കേട്ടോ അഗൻകുട്ടിയൊന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്നത്. അവൻ സൂപ്പർ വൈബാണ്. കിഷോറിൻ്റെ ആയിട്ടുള്ള ബന്ധം ഞാൻ പറയാം. ഇതെൻ്റെ മുത്തുമണി പ്രതീക്ഷക്കുട്ടി. അവൾക്കും വയ്യെങ്കിലും അവളും വന്ന് അറ്റൻഡ് ചെയ്തു. കിഷോർ ഞാനെന്ന് വെച്ചാൽ ഞാൻ വനിതാരത്നം 2 കണ്ട എല്ലാവർക്കും അറിയാം. അന്ന് അദ്ദേഹമായിരുന്നു ആങ്കറായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയിൽ എവിടെ വെച്ച് കണ്ടാലും ഭയങ്കര സ്നേഹമായിട്ട് സംസാരിക്കും. ഒരു നല്ലൊരു ആക്ടറാണ്, നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങാണ്. ഇത് ഞങ്ങളുടെ ഗീതാ ഗോവിന്ദത്തിൻ്റെ ഡയറക്ടറാണ് ജിതേഷ് സാർ. അടിപൊളി മനുഷ്യനാണ് കേട്ടോ, ഭയങ്കര ബ്രില്യൻ്റ് ഡയറക്ടറാണ്, ഒരു നല്ലൊരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞു തരുന്നതിൻ്റെ പകുതിയെങ്കിലും ഞങ്ങൾ ചെയ്താൽ സൂപ്പറായിരിക്കും. എല്ലാവരെയും ഒരേപോലെയാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്നതും. എന്റെ മുത്ത് എന്റെ അടുത്ത് ഇരിക്കും അല്ലേടാ, നിനക്ക് എന്നെയല്ലേടാ ഇഷ്ടം? സത്യം അല്ലടാ, ഇതുവരെ ഒരു ഫ്രെയിമിൽ അപ്ഡേറ്റിട്ടില്ല. പക്ഷേ എനിക്കത്ര മതി. ഐ ലവ് യു അമ്മ. ചോറൊക്കെ വന്നു. എങ്ങനെയുണ്ടടാ? അടിപൊളിയാ. നമ്മുടെ നാട്ടിലെ
നേരിട്ട് സാമ്പാർ തരിക. പക്ഷെ ട്രിവാൻഡ്രം സൈഡിൽ പരിപ്പ് കറി ഒഴിക്കും. അവിടെ നിങ്ങളുടെ നാട്ടില് ഇതുണ്ടാവില്ലേ നോൺ വെജ് നോണും ഉണ്ടാവും. ഇപ്പൊ നിനക്ക് സങ്കടം ഉണ്ടെന്നില്ലാണ്ട്. പക്ഷെ എനിക്ക് പരിപ്പ് കറി ഭയങ്കര ഇഷ്ടം. ഇവിടുത്തെ പരിപ്പ് കറി ഭയങ്കര അടിപൊളിയാ അല്ലേ? അടിപൊളി. അപ്പൊ ആക്കിൻ സന്തോഷവാനാണ്. ആദ്യം പരിപ്പ് കറി കൂട്ടി കഴിക്കും. ഓക്കെ. വ്ളോഗിങ്. കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ സന്തോഷമായിട്ട് അവിടുന്ന് പിരിഞ്ഞു. അപ്പോൾ വീണ്ടും കാണാം.